എന്റെ പേര് ഐശ്വര്യ. ഒരിക്കൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, മികച്ചവരാവുക എന്നത് എപ്പോഴും രക്ഷയല്ല, ചിലപ്പോൾ അതിന്റെ വില അതിജീവനം ആകാം. എന്റെ അച്ഛൻ ഞങ്ങളെ പെട്ടെന്ന് വിട്ടുപോയി. ഞാനും എന്റെ ചേച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത്. ഞാനും ചേച്ചിയും അമ്മയും മാത്രമായ ഒരു ചെറിയ ലോകം. ഹൃദയത്തിന് ശബ്ദം പകരുന്നവളായിരുന്നു എന്റെ ചേച്ചി അഖില. പഠനത്തിൽ അവളായിരുന്നു ഒന്നാമതു. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവൾ പഠിക്കാനായി പോയി. പക്ഷേ വലിയ ഒരു അപകടം ഞങ്ങളെ കാത്തിരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. മരണത്തിന്റെ കറുത്ത കൈകൾ ഞങ്ങളെ തേടി വന്നു. തുടർച്ചയായ 5ാമത്തെ വർഷവും ടോപ്പറായവർ ആ യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്തു. ഞാൻ ചേച്ചിയോട് പലതവണ പറഞ്ഞു, ടോപ്പർ ആവല്ലേ ചേച്ചി, ടോപ്പർ ആകുന്നവരാണ് മരിച്ചു പോകുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ ടോപ്പറാകാൻ പോകുന്നു. അമ്മയുടെ മേൽ ഭാരം കുറയ്ക്കേണ്ടേ? ഞാൻ ഭയപ്പെട്ടു. പക്ഷേ ഒന്നിനും സാധിച്ചില്ല. അവൾ അവളുടെ വാശിയിൽ വിജയിച്ചു. അവൾ ആ വർഷം തന്നെ ഒന്നാമതായി ജയിച്ചു. അന്നാണ് അഖിലയെ യൂണിവേഴ്സിറ്റി കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്നത് കണ്ടത്. എന്റെ ചിറകു തല്ലി മറിഞ്ഞതുപോലെ അവളെ ഞാൻ നോക്കി നിന്നു. എന്റെ ലോകം ഒടിഞ്ഞുപോയി. അവൾ ഒരു കുറിപ്പ് എനിക്ക് വേണ്ടി എഴുതിവെച്ചിരുന്നു. എന്തുവന്നാലും ടോപ്പർ ആവരുത്. അതായിരുന്നു എനിക്ക് വേണ്ടി അവൾ തന്ന അവസാന വാക്കുകൾ. ഞാൻ മറുവശത്തേക്ക് പോയി. ഞാൻ പഠിച്ചു. ഞാൻ എഴുതിയ പരീക്ഷകളിൽ ഓൾ ടൈം ടോപ്പർ എന്ന പദവി നേടിയവളായി മാറി. പക്ഷേ എല്ലാവരും, ഏറ്റവും കൂടുതൽ അമ്മ പേടിച്ചു. അഖില പോയില്ല. നീ കൂടെ പോയാൽ, അമ്മ കരഞ്ഞു. വളരെ പെട്ടെന്ന് ഫലപ്രഖ്യാപന ദിവസമെത്തി. അതേ ദിവസം ഓരോ വർഷവും ആത്മഹത്യ നടക്കുന്ന ദിവസം. പക്ഷേ ഞാൻ ടോപ്പറായില്ല. ഞാൻ ഞെട്ടി. എങ്ങനെ? അമ്മ പിന്നീട് പറഞ്ഞു, ഒരു ഫീസ് ഇൻസ്റ്റാൾമെന്റ് ഞാനടച്ചില്ല. അത് എനിക്ക് നിന്നെ കൈവിട്ടുകളയാൻ വയ്യാത്തോണ്ടാ. ഞാൻ ഓടിയേ ടോപ്പറായ മറ്റൊരു പെൺകുട്ടിയെ അന്വേഷിച്ചു. അവൾ കെട്ടിടത്തിന്റെ മുകളിൽ ആയിരുന്നു. അവളുടെ കണ്ണുകളിൽ പേടി. ഞാൻ അവളെ തട്ടിത്തെറിപ്പിച്ചു പിടിച്ചു. പുഞ്ചിരിച്ചു കണ്ടപ്പോൾ എനിക്ക് അഖിലയുടെ മുഖം കാണാമായിരുന്നു. അവൾ കരഞ്ഞു. എനിക്ക് ഉറങ്ങാനാവുന്നില്ലായ. എല്ലാ രാത്രിയിലും കുഴപ്പങ്ങൾ, മരിക്കണമെന്ന തോന്നലുകൾ. അവളുടെ ഏറ്റവും അടുത്ത അധ്യാപകൻ, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്, സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അയാളെ സംശയത്തോടെ നോക്കി. ഒടുവിൽ ഒരു സത്യം പുറത്തുവന്നു. ആദ്യത്തെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി അതേ അധ്യാപകന്റെ ഒരേയൊരു മകൾ ആയിരുന്നു. അവളുടെ മേൽ ഉണ്ടായിരുന്ന പ്രഷർ, പഠനഭാരം അവളെ തളർത്തി. തന്നെ ഒരു കാഴ്ചവസ്തുമാക്കി മാറ്റിയ തന്റെ അച്ഛനോട് അവൾക്ക് ദേഷ്യം മാത്രമായി. അതിനുശേഷം അച്ഛൻ ആകാശത്ത് മുഖം കാണാതിരിക്കാൻ അവൾ ഫലം പ്രസിദ്ധീകരിച്ച ദിവസം ആത്മഹത്യ ചെയ്തു. അവളുടെ പിതാവ്, അതായത് അധ്യാപകൻ, തകരുകയായിരുന്നു. ഒരുപാട് നാൾ ഒന്നും ഓർക്കാതെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ പിന്നീട് ടോപ്പറായ മറ്റൊരു വിദ്യാർത്ഥി സന്തോഷിച്ചു നടക്കുന്നെപ്പോഴാണ് അയാളുടെ മനസ്സിൽ ദുശ്ചായകൾ പിറന്നത്. മനഃശാസ്ത്രത്തിന്റെ അനുഭവം ഉപയോഗിച്ച് ടോപ്പർമാരെ കൗൺസലിംഗ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ സത്യം അവൻ അവരുടെ മനസ്സിനെ ചൊല്ലിപ്പറ്റിച്ചു, ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കിയ സത്യം ഞാൻ പോലീസിനെ അറിയിച്ചു. അവന്റെ വീട്ടിൽ നിന്നും വിവരങ്ങളും തെളിവുകളും കിട്ടി. അവനെ അറസ്റ്റ് ചെയ്തു. ആരെങ്കിലും ടോപ്പറാവുമ്പോൾ ഞാൻ അവരുടെ കണ്ണുകളിൽ നോക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, നിനക്ക് എന്തെങ്കിലും തോന്നിയാൽ ദയവായി പറയൂ. ശബ്ദം ഉയർത്തൂ. നിനക്ക് ജീവനുണ്ട്, അതാണ് ഏറ്റവും വലിയ വിജയം.